പെട്രോള്, ഡോളർ, യുദ്ധം ഈ 3 കാര്യങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് ഉണ്ടാവാൻ പോകുന്ന നഷ്ടം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഡോളർ എന്താണെന്ന് അറിയാം. 974 ലോകത്തെ പ്രധാനപ്പെട്ട ഓയിൽ പ്രൊഡ്യൂസിംഗ് കൺട്രി ആയിട്ടുള്ള സൗദി അറേബ്യ അമേരിക്കയായിട്ട് ഒരു എഗ്രിമെന്റിലെത്തുന്നു. ഇനി അങ്ങോട്ട് സൗദി വിൽക്കുന്ന ഓയിലുകൾ മുഴുവനും ഡോളർ എക്സ്ചേഞ്ചിലായിരിക്കും. പ്രത്യുപകാരം എന്നോണം അമേരിക്ക സൗദിക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഉറപ്പുവരുത്തും. ഇത് 2 എഫക്റ്റാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് സൗദിയിൽ നിന്ന് ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ഇന്ത്യയുടെ അടുക്കൽ ആവശ്യത്തിന് ഡോളർ കറൻസി ഉണ്ടായിരിക്കണം. ഇതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഡോളർ കറൻസി കറക്റ്റ് ചെയ്യുന്ന ഡീലുകളിലും എഗ്രിമെന്റുകളിലും ട്രേഡുകളിലും ഏർപ്പെട്ടു തുടങ്ങി. രണ്ടാമത്തത്, ഓയിൽ വിറ്റ് കിട്ടുന്ന ഡോളർ സൗദി അറേബ്യ തിരിച്ച് ഗ്ലോബൽ മാർക്കറ്റിലേക്കും അമേരിക്കൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനെ ഡോളർ റീസൈക്ലിംഗ് എന്ന് പറയും. ഈ 2 പ്രവർത്തനങ്ങളും ഡോളറിന്റെ ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഡിമാൻഡ് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നതിന് സഹായിച്ചു. ഇത് 2 രീതിയിലാണ് അമേരിക്കയെ സഹായിച്ചത്. ഒന്ന്, വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ അമേരിക്കക്ക് ലോൺ അവൈലബിൾ ആയി. രണ്ടാമത്തത്, അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ അപ്രമാദിത്യം കീപ്പ് ചെയ്യുന്നതിനും ഈ സംവിധാനം സഹായകമായി. പിന്നീട് മറ്റു ഗൾഫ് രാജ്യങ്ങളും കൂടെ ഈ സംവിധാനത്തിനകത്ത് വരുന്നതോട് കൂടിയിട്ട് പെട്രോ ഡോളർ എന്ന ആശയം വളരെ ശക്തമായിട്ട് നിന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അമേരിക്ക നടത്തിയിട്ടുള്ള യുദ്ധങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയതും ഈ പെട്രോ ഡോളർ എന്ന ആശയത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഗൾഫ് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം പെട്രോ ഡോളർ എന്ന ആശയത്തെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓയില് പ്രധാനമായിട്ടും കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. ഫെബ്രുവരി 28 തുടങ്ങിയിട്ടുള്ള യുദ്ധം 3 രീതിയിലാണ് ഈ ട്രേഡിനെ ബാധിച്ചിട്ടുള്ളത്. ഒന്ന്, യുദ്ധം തുടങ്ങി മണിക്കൂറുകളെ കൊണ്ട് തന്നെ അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകളെയും പോർട്ടുകളെയും ഇറാൻ തകർത്തു. രണ്ടാമത്തത്, വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ടണലുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും കൈക്കലാക്കുന്നു. ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കപ്പൽ ഏതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയോ ഗൾഫ് രാജ്യങ്ങളോ അല്ല, ഇറാനാണ്. മൂന്നാമത്തത്, യുദ്ധം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മിസൈലുകളോ ഇന്റർസെപ്റ്റേഴ്സുകളോ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ കയ്യിൽ ഇല്ലാതായി മാറുന്നു. ലോകത്തെ പല രാജ്യങ്ങളോടും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒരു രാജ്യവും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗമാവാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്രോ ഡോളറിന്റെ ഉപയോഗം എന്താണ്? അമേരിക്ക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പരാജയപ്പെട്ട ഗ്യാപ്പിലേക്ക് കടന്നു വരുന്നത് ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാവുന്നതോട് കൂടിയിട്ട് സൗദി അറേബ്യ, ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളുമായി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. പാശ്ചാത്യ മേഖലയിലുള്ള അനലിസ്റ്റുകൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോ ഡോളർ ഇനി നിലനിൽക്കുമോ? പെട്രോ ഡോളർ ഇല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും? അമേരിക്കയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കില്ലേ എന്നാണ്.